ക്ഷേത്ര സങ്കല്പം വന്നത് തന്നെ ഈ ഈ പ്രപഞ്ചത്തിൻ്റെ ആ നിയന്താവ് അല്ലെങ്കിൽ നമുക്ക് അദൃശ്യമായിട്ടുള്ള ആ ഒരു ചൈതന്യത്തെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളത് കൊണ്ട് ഈ മഹർഷിമാരെന്ത് ചെയ്തു? ഒരു വിഗ്രഹത്തിൽ അതിനെ ഒന്ന് ഇത് ചെയ്തു, സൂപ്പർ ഇമ്പോസ് ചെയ്തു. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇങ്ങനെ ഒരു താൽക്കാലികമായിട്ട് നമ്മളത് ഇങ്ങനെ ഈശ്വരൻ എന്ന് പറഞ്ഞ ഇങ്ങനെയാണ്, അങ്ങനെ ഒരു ഇത് കൊടുത്തു. അപ്പോൾ അതിൽ ചുറ്റിപ്പറ്റി പിന്നെ ബാക്കി കുറേ സംഭവങ്ങളങ്ങ് വെക്കുകയാണ്. എന്തിനാണ്? അപ്പോൾ ഈ ഒരു അദൃശ്യമായിട്ടുള്ള ആ ചൈതന്യത്തെ ഒന്ന് ഏകാഗ്രപ്പെടുത്താൻ വേണ്ടി അതിലേക്കും നമുക്കൊരു വഴി എന്നുള്ള രീതിയിൽ ആണിത് കൊടുത്തിരിക്കുന്നത്. അത് സത്യമല്ല. ഈ രീതിയിലുള്ളത് ആത്യന്തികമായി സത്യമല്ല, താൽക്കാലികമാണ്. അപ്പോൾ അതിന് അതിൻ്റെ പരിമിതി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട്, അതിൻ്റെ ശാസ്ത്രീയത മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അപ്പുറത്തേക്ക് പോകണം. അപ്പം മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുക